ഹായ് ഹലോ നമസ്കാരം. ആർപി കപ്പിൾ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ട് തന്നെ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റു, ചായയൊക്കെ ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ചോറും കറിയും ഉണ്ടാക്കി. എന്നുവെച്ചാൽ രാവിലെ എണീറ്റ് പണിയെല്ലാം ഒതുക്കി വെച്ച് എനിക്കിന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞാലും ഇവിടെ ആരും എടുത്തൊന്നും കഴിക്കത്തില്ല. ഞാൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. പുട്ടും പഴവും പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും വെച്ചു. രൂപക്കൂട്ടിന് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവര് ഇത് കൊടുത്തേക്കുന്നത്. പക്ഷെ അവൻ തിന്നത്തൊന്നുമില്ല, ചുമ്മാ അതുകൂടെ ഇതുപോലെ തോണ്ടി തോണ്ടി അങ്ങനെ വെക്കത്തേ ഉള്ളൂ. പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്ന് കഴുകി മുകളിൽ കൊണ്ടുവന്ന് വിരിച്ചിടണം. പിന്നെ അവിടെ കുറേ തുണികൾ കിടപ്പുണ്ട്, അതെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് വരണം. പിന്നെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറേ പണികളുണ്ട് ഇന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 11 മണിയായി കേട്ടോ. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അരക്കുറ്റി പുട്ടേ കഴിക്കത്തുള്ളൂ. പിന്നെ ഒരു ചെറിയ പഴം എടുത്തു, ഒരു കപ്പ് ചായ. എനിക്ക് നല്ല ചൂട് ചായയാണ് ഇഷ്ടം. തണുത്ത് ഞാൻ കഴിക്കത്തില്ല. തണുത്ത് കഴിഞ്ഞാൽ പുട്ടും കഴിക്കത്തില്ല, ചായയും കഴിക്കത്തില്ല. അപ്പോൾ പഴം കൂട്ടി കഴിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ തേങ്ങ കൂട്ടി കഴിക്കാനായിട്ട്. ഇന്ന് ഇതൊരു പഴം കൂടി എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ആരും കൂട്ടില്ല കേട്ടോ, അവരെല്ലാവരും അവരുടെ കാര്യങ്ങൾക്ക് പോയി. ഞാൻ തന്നെ ഇരുന്ന് കഴിച്ച്. പിന്നെ കുറച്ച് കറിയൊക്കെ വെക്കാനും കൂടി ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ഉച്ചക്കത്തെ നമ്മുടെ മെനു. ഇവക്ക് കണ്ടാലും മുഖത്തെല്ലാം ഭയങ്കര ക്ഷീണമാണ്. ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ കഴിക്കത്തൊന്നുമില്ല. എന്നാ ചെയ്യുന്ന കിഴങ്ങ് മെഴുക്കുരുട്ടി, പിന്നെ മീൻ കറി, മീൻ വറുത്തത്, ചിക്കൻ ഉണ്ട്, പപ്പടം ഉണ്ട്, പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ റെസിപ്പി. പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം കളിച്ചു. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. അപ്പോൾ ഞാൻ ചായ അനത്തേക്കാന്ന് വിചാരിച്ചു. കുഞ്ഞെനിക്ക് പാലൊക്കെ ചേട്ടൻ വന്നു, പാല് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ചായ അനത്താൻ പോവാണ്. അപ്പൊ രൂപക്ക് എന്നെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചു, കാരണം ഇന്ന് അവനോട് കുറെ നേരം കളിച്ചല്ലോ. അപ്പം ഞങ്ങള് ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ 4 മണിക്കത്തേക്ക് പ്രത്യേകം ഒന്നും പുറത്തൊന്നും വാങ്ങിയില്ല, കാരണം നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കിയായിരുന്നല്ലോ. അപ്പൊ പുട്ടിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നുകൂടെ ഒന്ന് ആവി കയറ്റി രാവിലത്തെ പോലെ തന്നെ കറികളെല്ലാം കൂട്ടി പുട്ടും 4 മണിക്ക് കഴിച്ചു. പുട്ടും ചായയും ഇതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി കഴിച്ചു. അത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ പെരുന്നാളാണ്. അപ്പൊ കുഞ്ഞാപ്പൂനെ കൊണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഗാനമേളയുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഗാനമേളയ്ക്ക് ഒന്ന് പണ്ട് പോയിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല പ്രോഗ്രാമായിരുന്നു. പക്ഷെ കുഞ്ഞിന് പനി ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ നേരം ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് കുഞ്ഞൊന്ന് പെരുന്നാളൊന്ന് കാണിക്കണം, അത്രേ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് തിരിച്ചു പോരാൻ തോന്നിയില്ല. അത് തന്നെയല്ല, നമ്മൾ ആദ്യമൊന്നും അല്ല, ലാസ്റ്റ് ആയിട്ടാണ് പോയത്. കാരണം പ്രോഗ്രാം ഒക്കെ തീരാറായി, ആ ഒരു സമയത്താണ് നമ്മൾ പോയത്. ജോക്കിന് ചെന്നിട്ട് തിരിച്ചു വരണമെന്നേ ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടി കേട്ടോ. ഇരുന്ന് നല്ല ആസ്വദിച്ച് കാണാൻ പറ്റി. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ, ടാറ്റാ.